ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലി വരാൻ പോകുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മിനിമം +2 യോഗ്യത ഉള്ളവർക്കും അതുപോലെ തന്നെ BSc ഇൻ ഫാർമസി അതുപോലെ തന്നെ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ പ്ലേസ് നോക്കുകയാണെങ്കിൽ റാലി നടക്കുന്നത് കേരളത്തിലെ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുക. അപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നവർ അന്നേ ദിവസം രാവിലെ 6 മണിക്ക് റിക്രൂട്ട്മെൻറ്റ് പ്ലേസിൽ എത്തിച്ചേരേണ്ടതാണ്. ഏതൊക്കെ ദിവസങ്ങളിലാണ് റാലി നടക്കുക എന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ് റാലിക്ക് ഉണ്ടാവുക. ഒന്നാമത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 29 ജനുവരി 2025 മുതൽ 30 ജനുവരി 2025 വരെയായിരിക്കും ഈ ഒരു റാലി ഉണ്ടാവുക. അതിൽ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ളവർക്കാണ് പങ്കെടുക്കാൻ സാധിക്കുക നോക്കുകയാണെങ്കിൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ 2 സംസ്ഥാനത്തിലുള്ളവർക്കാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുക. കേരളത്തിൽ നിന്നുള്ള ഈ ഒരു സെക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു സെക്ഷനിൽ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് മിനിമം +2 യോഗ്യത ഉള്ളവർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റ് വരുന്നത് 29 ജനുവരി 2025 അപ്പോൾ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടകയിലുള്ളവർ ഈ ഒരു ദിവസം മാത്രമേ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതായത് രണ്ടാമത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 1 ഫെബ്രുവരി 2025 മുതൽ 2 ഫെബ്രുവരി 2025 വരെയാണ് രണ്ടാമത്തെ സെക്ഷൻ. ഈ ഒരു സെക്ഷൻ്റെ റിപ്പോർട്ടിംഗ് ടൈം നോക്കുകയാണെങ്കിൽ 1 ഫെബ്രുവരി 2025 രാവിലെ 6 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. ഈ ഒരു സെക്ഷനിൽ ഏതൊക്കെ സംസ്ഥാനത്തിലുള്ളവർക്കാണ് പങ്കെടുക്കാൻ നോക്കുകയാണെങ്കിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരള, പുതുച്ചേരി, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്കാണ് ഈ ഒരു സെക്ഷനിൽ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുക. മിനിമം +2 യോഗ്യതയുള്ള ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിൻ്റെ റിക്രൂട്ട്മെൻറ്റാണ് ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇനി അടുത്ത മൂന്നാമത്തെ സെക്ഷൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 4 ഫെബ്രുവരി 2025 മുതൽ 5 ഫെബ്രുവരി 2025 വരെയാണ് മൂന്നാമത്തെ സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 4 ഫെബ്രുവരി 2025 രാവിലെ 6 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസി ഉള്ളവർക്ക് മാത്രമായിരിക്കും പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സെക്ഷനിൽ കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 3 സെക്ഷൻസ് അല്ലെങ്കിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യുക. കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് മെയിനായിട്ടും +2 യോഗ്യതയുള്ളവർക്ക് 1-ാം തീയതി രാവിലെ 6 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. അതല്ല BSc ഫാർമസി അതുപോലെ തന്നെ ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 4-ാം തീയതി രാവിലെ 6 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം രാവിലെ 6 മണിക്ക് മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അതായത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 26,900 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിലേക്ക് അതായത് +2 യോഗ്യതയുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3 ജൂലൈ 2004 3 ജൂലൈ 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതല്ല BSc ഫാർമസി അതുപോലെ തന്നെ ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അൺമാരിഡ് കാൻഡിഡേറ്റ്സിന് 3 ജൂലൈ 2001 3 ജൂലൈ 2006 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതല്ല മാരിഡ് കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3 ജൂലൈ 2001 3 ജൂലൈ 2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിലേക്ക് +2 യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റ് പഠിച്ചിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷിന് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിൽ പാസ്സായിരിക്കേണ്ടതാണ്. 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ 50% മാർക്ക് ഇംഗ്ലീഷിനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
ഇനി അടുത്ത മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസിയുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ചിരിക്കേണ്ടതാണ്. അഗ്രിഗേറ്റ് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനും 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസി വിത്ത് 50% മാർക്കിൽ അഗ്രിഗേറ്റോടുകൂടി പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്, അതിനുശേഷം റിട്ടൺ ടെസ്റ്റ്, അതിനുശേഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, അതിനുശേഷം മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ് തുടങ്ങിയ പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് മിനിമം ഹൈറ്റ് 152.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് കൃത്യമായിട്ടുള്ള അനുപാതത്തിലായിരിക്കേണ്ടതാണ്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. വെയ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 7 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതായത് 21 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ 7 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. 21 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ 7 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ തന്നെ 10 പുഷപ്സ്, 10 സിറ്റപ്സ്, 20 സ്ക്വാട്ട്സ് ഇങ്ങനെ 3 കാര്യങ്ങളോട് വരുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റണ്ണിങ് കഴിഞ്ഞ ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഒരു ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നതായിട്ട് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷനോ ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാണോ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുക അന്നേ ദിവസം നിങ്ങൾ രാവിലെ 6 മണിക്ക് മഹാരാജാസ് സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നാൽ മാത്രം മതി. എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ റാലിക്ക് പോകുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഡോക്യുമെൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു കൺസെൻറ്റ് ഫോമും ഉണ്ടായിരിക്കുന്നതാണ്. അത് നിങ്ങൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ പേരൻസും 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റാലിക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഒരു ഫോം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.